ഈ മുംബൈയിലെ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ, തണ്ണിമത്തൻ കഴിച്ചു മരിച്ചു എന്ന് പറയുന്ന ആ സംഭവത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. കുടുംബത്തിന് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ച അബ്ദുള്ള ദക്കാദി അവരുടെ ഭാര്യയുടെ വയറ്റിൽ നിന്ന് മോർഫിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന, കൂടാതെ 4 പേരുടെയും ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലായിരുന്നു. നമുക്കറിയാം, തണ്ണിമത്തൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ പ്രത്യേകിച്ച് ചൂടുകാലത്ത് റമദാൻ മാസത്തിലൊക്കെ ഓരോ വീടുകളിലും തണ്ണിമത്തൻ ഉണ്ടാവും. ചൂടുകാലത്ത് എല്ലാ ആളുകളും തണ്ണിമത്തൻ കഴിക്കും. കാരണം അതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അത്രമേലാണ്. ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണ്, ഒരു പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് പണ്ടൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നിരുന്നെങ്കിൽ, വിശേഷിച്ച കേരളത്തിൽ ഇന്നത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അതിൻ്റെ വീഡിയോകളും വ്ളോഗുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ണിമത്തനിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി പലരും തണ്ണിമത്തൻ വാങ്ങുന്നത് പോലും അത് ഒഴിവാക്കിക്കൊണ്ടാണ്. വളരെ ഞെട്ടലോടുകൂടിയാണ് ഒരു കുടുംബത്തിലെ ഇത്രയും അംഗങ്ങൾക്ക് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നു. തണ്ണിമത്തനിൽ നിന്നാണ് എന്നാണ് വാർത്ത വന്നത്. അതോടുകൂടി ആളുകൾ തണ്ണിമത്തൻ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കി. പക്ഷേ ഇന്ന് വരുന്നത് അവരുടെ ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലാണ്. അത് വിഷം ചെന്നാലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആരാണ്, എന്താണ് ഇവർക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ദാരുണമായ മരണം ഈ കുടുംബത്തിന് വന്നത് എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അത് വളരെ ഞെട്ടലോടുകൂടി കാണേണ്ട ഒന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, തണ്ണിമത്തനാണോ മരണകാരണം എന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അന്തിമ രൂപം ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ശനിയാഴ്ച മുംബൈ പൈഥുനിയിൽ അബ്ദുള്ള ദക്കാദിയ ഭാര്യ നസ്രീൻ, മക്കളായ ആയിഷ, സൈനബ എന്നിവർ മരിക്കണം. ബന്ധുക്കൾക്കായിട്ട് കുടുംബം അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. ബന്ധുക്കൾ പോയ ശേഷം കുടുംബം തണ്ണിമത്തൻ കഴിച്ചു. തുടർന്ന് പുലർച്ചെ 5 മണിയോടെ അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായി. 4 പേർക്കും ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടു. അങ്ങനെ ഇളയ മകളായ ആയിഷ ഞായറാഴ്ച രാവിലെ മരിച്ചു. പിന്നീട് ചികിത്സയിലിരിക്കെയാണ് മറ്റുള്ളവർ മരിക്കുന്നത്. എന്നാൽ അതിഥികൾക്ക് മറ്റു രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സാഹചര്യം കൂടുതൽ അന്വേഷണം തുടരുക. കുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നോ എന്ന്, എന്തെങ്കിലും മാനസികപരമായ സമ്മർദ്ദത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ കഴിച്ച പുലാവിലോ തണ്ണിമത്തനിലോ ആരെങ്കിലും അപായകരമായ എന്തെങ്കിലും കലർത്തിയോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ അതിഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം പുറത്തു വരുന്നതോടെ മാത്രമേ ഈ നിഗൂഢ മരണങ്ങളുടെ ചുരുളഴിയുകയുള്ളൂ. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു പഴമല്ല. കേരളമടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ ചൂടുകാലത്ത് നമ്മളത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചൂടുകാലത്തും തണുപ്പ് കാലത്തുമൊക്കെ ഫ്രൂട്ട്സ് കടകളിൽ തണ്ണിമത്തൻ കിട്ടുന്നുണ്ട്, നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തണ്ണിമത്തൻ കഴിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും വിഷബാധയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ ആശങ്ക വന്നു. കാരണം തണ്ണിമത്തൻ്റെ ചോപ്പ് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ മധുരം കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും കൃത്രിമമായ കാര്യങ്ങൾ ചെയ്താൽ അത് എത്രത്തോളമായിരിക്കും ആ ഒരു ബാച്ചിലിറങ്ങിയ തണ്ണിമത്തനിൽ നിന്ന് വിഷാംശങ്ങൾ ഉണ്ടാവുക, ഇനി എന്തൊക്കെയാണ് ആ നാട്ടിൽ സംഭവിക്കുക, എത്ര കുടുംബങ്ങൾക്കാണ് വിഷബാധ ഏൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു. ഏതായാലും അതല്ല കാരണമെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ആ വിഷയത്തിൽ ഉണ്ടായത് എന്ന് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ഏതായാലും സത്യം പുറത്തു വരട്ടെ. വലിയ ആശങ്കയോടുകൂടിയാണ് ഈ മരണത്തെ, ആ കുടുംബത്തിൻ്റെ മരണത്തെ നമ്മൾ സങ്കടകരമായി, ദുഃഖകരമായി നോക്കിക്കണ്ടത്. പോലീസ് പറയുന്നു അതൊന്നുമല്ല മരണകാരണമെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ അടങ്ങുന്ന വലിയ സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്.